അങ്ങനെ ഈ ഒരാഴ്ച നീണ്ട കുത്തിത്തിരിപ്പിനും കുന്നായ്മയ്ക്ക് ശേഷം എല്ലാവരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ റീ എൻട്രി കഴിഞ്ഞ് അവർ ഇറങ്ങി പോകുമ്പോൾ നമുക്കൊക്കെ വിഷമം തോന്നും. സ്വാഭാവികമായിട്ട് പറയില്ല, വിഷമം തോന്നും. കഴിഞ്ഞ സീസൺ ആയാലും ഒക്കെ നമുക്ക് വിഷമം തോന്നിയ കാര്യമാണ്. നമുക്കൊരു റീ എൻട്രി കഴിഞ്ഞ് ഇവരെല്ലാം പോകുമ്പോൾ ആ വീട് ഒരു ശൂന്യമാവാൻ പോകുന്നു, നമുക്ക് ഒരു വിഷമം തോന്നും. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, ഇത് ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഇറങ്ങി പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട, ഇറക്കി വിട്, അങ്ങനെ ഞാൻ പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതുപോലൊരു കൊത്തിത്തിരിപ്പും കുഞ്ഞായ്മയായിട്ട് വന്നൊരു റീ എൻട്രി ബിഗ് ബോസിന്റെ ഒരു സീസൺ എന്നല്ല ഒരു ഭാഷയിലും കാണില്ല. എന്തോന്നാണ് ഇത് കാണിക്കുന്നത്? ഇന്നും ഉണ്ടായിരുന്നു ആദിലയുടെ ബോംബ്. അത് ബോംബൊന്നുമല്ല, ഒരു ഗ്രനേഡ്, കണ്ണീർ വാതകം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞ. ബോംബെന്ന് പറഞ്ഞിട്ട് അക്ബറും കരഞ്ഞ് അനുമോളും കരഞ്ഞ്. ഇതിപ്പോ രണ്ടുപേരുടെ ഭാഗത്ത് ആരുടെ സ്റ്റാൻഡാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നൂറ നല്ലപോലെ പേടിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഭക്ഷണം എല്ലാം കഴിച്ച് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ബിഗ് ബോസിലെ അവസാന നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഇനി 2 നാളുകൾ മാത്രമേ ഉള്ളൂ ഫിനാലയിലേക്ക്. മറ്റന്നാൾ ആരാണ് വിജയകിരീടം ചൂടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി 6 പേരുണ്ട്. പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അറിഞ്ഞൊരു കാര്യമാണ്, ഒരു എവിക്ഷനും കൂടെ നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇന്നൊരു എവിക്ഷൻ നടന്നു എന്ന് കേൾക്കുന്നുണ്ട്. നാളെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എവിക്ഷൻ നടന്നിട്ട് അത് നാളെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നെന്നുള്ള നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പക്ഷെ രാവിലെ ഇന്ന് എന്തോ ഒരു കാര്യം പറയട്ടെ, എന്റെ ഫേവറേറ്റ് സോങ് ആണ് ഇന്ന് രാവിലെ മോർണിംഗ് സോങ് ആയിട്ട് ഇട്ടത്. അത് റിയാസ് സീസൺ 4 നമ്മുടെ ഫിനാലയിൽ കളിച്ച ഡാൻസിൽ അതേ സോങ് ആണ് ഇന്ന് ഇട്ടത്. ഈ നാട് ചുറ്റും ചൂളക്കാറ്റ്, മറ്റേ കൂടെ സിനിമയിലെ പാട്ടാണ്. അപ്പം ആ സോങ് ആണ് അവിടെ ഇട്ടത്. ആൻഡ് പിന്നീട് അനുവും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ശൈത്യയുടെ സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ടുള്ള വിഷയമാണ് അനുവും ശൈത്യയും കൂടെ സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴും ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ലക്ഷ്മിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ലക്ഷ്മി ആരടുത്തും പോയിട്ട് കുശുമ്പും കുഞ്ഞാമ്യം പറയാനൊന്നും പോയില്ല. അനീഷിന്റെ അടുത്തായാലും അനുമോളുടെ അടുത്തായാലും ഷാനവാസിന്റെ അടുത്തായാലും പോയിട്ട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ബി സ്ട്രോങ്, നന്നായിട്ട് ഗെയിം കളിക്ക്, നിങ്ങൾ നന്നായിട്ട് കളിക്ക് എന്നൊക്കെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സത്യം, എത്ര നല്ല പോസിറ്റീവായിട്ടാണ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മിയാണ് ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇല്ല എന്ന 2 അക്ഷരം ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ലക്ഷ്മി അതുപോലെ തന്നെ വേറെ ആരാ, എസ്പെഷ്യലി ലക്ഷ്മിയോടാണ് റെസ്പെക്ട് തോന്നിയത്. അത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട്, അനീഷിനോടായാലും അനുമോളോടായാലും എല്ലാവരും ചേർത്ത് നിർത്തിയിട്ട്, നിങ്ങളെ ഇവിടെ ഫോഴ്സ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, നിന്നെ താഴ്ത്തി കെട്ടാൻ ഒരുപാട് പേരുണ്ടാവും. സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നന്നായി ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നെവിനോട് എല്ലാവരും ലക്ഷ്മി അങ്ങനെയാണ് പറയുന്നത്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, കപ്പടിക്കാൻ നോക്കുക. ഇവരെ റീ എൻട്രിക്ക് അകത്ത് കയറ്റുന്നത് തന്നെ ഈ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ആത്മവിശ്വാസം കൊടുക്കാനാണ്. പിന്നെ അവസാനമായിട്ട് ഒരു ടോക്കൺ ഓഫ് ലവ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെ കയറ്റുന്നത്, റീ എൻട്രി എന്ന് പറഞ്ഞ് ഇവരെ കയറ്റുന്നത്. ഇത് ആദ്യമായിട്ടാണ് റീ എൻട്രി എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ലൈഫ് എടുത്ത് വെച്ച് കളിച്ച് കുത്തിത്തിരിപ്പോ. അത് അവർ ഗെയിമുള്ള സമയത്തിനേക്കാൾ വലിയ ഗെയിമാണ് ഈ ഒരാഴ്ച നടന്നത്. ഇവരെങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഒരു വിചാരത്തിലാണ് പ്രേക്ഷകർ ഇരുന്നത്. സത്യം പറയട്ടെ, ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് നമ്മളെ പ്രേക്ഷകരെ ഭ്രാന്തന്മാരാക്കുന്ന ഒരു ഫീലായിരുന്നു. അവിടെയും തൊടുന്നില്ല, ഇവിടെയും തൊടുന്നില്ല, ഒന്നും ക്ലിയർ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് പേഴ്സണലി ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. സത്യമായിട്ട് ഇപ്പൊ അനുമോളും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം കിച്ചണിൽ ഒരു വർക്ക് ചെയ്യുമ്പം ആ കിച്ചണിൽ അനുമോൾ വർക്ക് ചെയ്യുന്നുണ്ട്, അക്ബർ ഉണ്ട്, ആര്യനുണ്ട്. അപ്പോഴൊക്കെ അക്ബർ ഒരു ഇത് കാണില്ല. അപ്പം ആര്യൻ അവിടെ ചോദിക്കുന്നത്, പക്ഷെ അനുമോള് മാത്രം ഇതുവരെ ക്യാപ്റ്റൻ ആയില്ല. അപ്പം നൂറയൊക്കെ ക്യാപ്റ്റനായി എന്നൊക്കെ ആര്യം പറയുമ്പോൾ, അപ്പൊ നൂറ വരെ ക്യാപ്റ്റൻ ആയില്ലേ എന്ന്, നൂറ പോലും ക്യാപ്റ്റൻ ആയില്ലേ എന്ന് അനുമോള് ഈ അടുത്ത വായിൽ ഗുളിയും കയറി അനുമോള് പറഞ്ഞു.
ഉടനെ അക്ബർ വളച്ചൊടിക്കാൻ തുടങ്ങി. അതെന്താ അനുമോളെ നൂറ പോലും ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞത് വളച്ചൊടിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അത് ആ ഒരു ടോക്കായിരുന്നു അങ്ങോട്ട് പോയത്. വളച്ചൊടിക്കാൻ തന്നെയാണ് നോക്കിയത്, കണ്ടാലറിയാം. ഇത് അപ്പൊ അനുമോള് പറയുന്നത് ചുമ്മാ വളച്ചൊടിക്കില്ല അക്ബറെ എന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം അനീഷ് എല്ലാവരും കൂടെ ബോയ്സ് എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസ്. അനീഷിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ മിററുണ്ട്, അതായത് കഴിഞ്ഞ സീസണിൽ ജാസ്മിനും എല്ലാവരും കൂടെ സംസാരിച്ച് അതുപോലെ മിററിൽ ബിഗ് ബോസ് കൂടെ നിങ്ങൾ ഇത്രയും പരീക്ഷണങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ഇപ്പം ഫിനാലയിലേക്കുന്ന സ്വപ്നത്തിലേക്ക് എത്തുകയാണ്. അപ്പം സംസാരിക്കാൻ പറയാണ്, മിററിനോട് സംസാരിക്കാൻ പറയാണ്. അപ്പം എന്ത് ചെയ്യാണ്, അനീഷ് കണ്ണാടിയോട് സംസാരിക്കുന്നുണ്ട്. നീ വന്ന ആളല്ല, ഒരുപാട് നിനക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ശരികളും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിനക്ക് ഇത് കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് നന്നായിട്ട് സ്വയം സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം അക്ബറിനെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അക്ബറിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബർ കണ്ണാടിയിൽ പറയുന്നത്, പക്ഷെ അക്ബർ അവിടെ ഒരു ഗെയിം മോഡിലാണ് അക്ബർ സംസാരിച്ചത്. അത് പറയാതിരിക്കാൻ പറ്റില്ല, അതാണ് വേണ്ടത് ഒഫീഷ്യലി. പക്ഷെ അക്ബർ അവിടെ പറഞ്ഞത് നിന്നെ ഇവിടെ പോലെ പലരും ഒറ്റപ്പെടുത്താൻ നോക്കി, പക്ഷെ അക്ബർ ആരെയും ഒറ്റപ്പെടുത്താൻ നോക്കിയില്ല കേട്ടോ. അത് എടുത്ത് പറയണല്ലോ, അക്ബർ ഇവിടെ ആരെയും ഒറ്റപ്പെടുത്താൻ നോക്കിയില്ലല്ലോ. നമ്മൾ വന്ന എപ്പിസോഡ് കണ്ടവരല്ലേ. എല്ലാവരും ഒറ്റപ്പെടുത്താൻ നോക്കി. എന്നെ അനുമോളും ഷാനവാസ് എന്നുള്ള ആൾ അനുമോളും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കി. അനുമോള് എനിക്കെതിരെ വൃത്തികെട്ട പരാമർശങ്ങൾ, എന്ന വ്യക്തി എനിക്കെതിരെ വൃത്തികെട്ട പരാമർശങ്ങൾ, എന്റെ പുറത്ത് എന്റെ ഫാമിലി, അനുമോൾ എന്ന വ്യക്തി എന്റെ ഫാമിലിക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്ക് നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ. ഇതൊക്കെ എന്തിനാന്ന് പറയുന്നത്? ഇതൊക്കെ സത്യം പറഞ്ഞ ഇതൊക്കെ അക്ബർ എങ്ങനെ അറിഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇവർ ഇത്രയും റീ എൻട്രിയിൽ വന്നവർ പറയാതെ ഈ അക്ബർ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു? ഇവര് പറഞ്ഞുകൊണ്ടല്ലേ അറിയുന്നത്, നമ്മൾ പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. സത്യം പറയാലോ, ഇത് ഇത്രയും ബിഗ് ബോസ് ആദ്യമേ വാൺ ചെയ്ത് വിടണമായിരുന്നു. ബിഗ് ബോസ് ഇവിടെ കണ്ടന്റ് ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ബിഗ് ബോസ് ആദ്യമേ ഇത് വാൺ ചെയ്ത് വിടുന്നത്, പുറത്തെ കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. ഇവർ ഇത്രയും പേര് ടെൻഷനായി, അക്ബർ ടെൻഷനായി, അനു ടെൻഷനായി. അനുവിന് വേറെ എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഇതിലൊരു ക്ലാരിറ്റി എനിക്ക് വേണം. അപ്പൊ നൂറ പറഞ്ഞപ്പോ അക്ബറിന് ക്ലാരിറ്റി. പക്ഷെ അക്ബർ ഇനി പറഞ്ഞു എനിക്ക് ഇതിനൊരു ക്ലാരിറ്റി വേണം, സത്യം അറിയണം. അക്ബറിന് പുറത്തിറങ്ങുമ്പോൾ സത്യം അറിയും എന്നാണ് ഞാൻ പറയുന്നത്. അക്ബർ പുറത്തിറങ്ങുമ്പോൾ സത്യം അറിയാലോ എന്താണ് നടന്നതെന്നൊക്കെയുള്ള. എനിക്ക് ഇത് അക്ബറിനെ ഒന്നും പറയാൻ തോന്നില്ല, അനുവിനെ ഒന്നും പറയാൻ തോന്നില്ല. പറയാൻ തോന്നിയിട്ടൊക്കെ ഈ വന്നു കയറിയവരാണ് പറയാൻ തോന്നിയത് സത്യമായിട്ടും. ആദിലേക്ക് എന്തിന്റെ കേടായിരുന്നു? ശൈത്യ പറയുന്ന കേട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് പ്രൂവ്ഡ് ആണ്, അത് അനുമോള് സമ്മതിക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പറിൽ അത് തെളിവോടുകൂടി അനുമോള് സമ്മതിക്കും. തെളിവ് വരെ അനുമോള് കാണിച്ചിട്ട് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്ത് ആ ടിഷ്യൂ വരെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ സംഭവത്തിലോട്ട് വരാം. അപ്പൊ ഇത് പറഞ്ഞു തീർക്കട്ടെ. ആൻഡ് ഇതിനുശേഷം അനു ഷാനവാസും കൂടെ നൂറേനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നൂറ മിണ്ടിയിട്ടില്ല, എന്നോട് ഇതുവരെ മിണ്ടിച്ചെന്ന് അനു പറയുന്നുണ്ട്. എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ അനുവോട് സംസാരിക്കുന്നുണ്ട്. ഈ അനു ഷാനവാസും സംസാരം. ആൻഡ് ഇതിനുശേഷം ഈ അനു ഇവിടെ വരാം. അനു ആണെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും പുറത്തിരിക്കുകയാണ്. മറ്റേ മ്യൂസിക് നൈറ്റിന്റെ ലൈവ് കൺസേണിന്റെ സമയമായതുകൊണ്ട് ഇവരെല്ലാവരും പുറത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഗ്രനേഡ് പൊട്ടുന്നത്. ഗ്രനേഡ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഗ്രനേഡ് പൊട്ടുന്നത്, കണ്ണീർ വാതകം പൊട്ടുന്നത്. അതായത് അപ്പൊ അനു മസ്താനയും ഒനീലിന്റെ മടിയിൽ അനുമോൾ ഇരിപ്പുണ്ട്, ഊനാല് മസ്താന ഇരിപ്പുണ്ട്. അപ്പം പറയുന്നുണ്ട് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ വരണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നു. കാരണം ഇത്രയും ഈ സംഭവം അനുമോൾ എടുത്തിട്ട് പറയണം വരണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് വന്നിട്ട് എന്റെ ലൈഫൊക്കെ കളയുന്നതെന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ ഇമോഷണൽ ആവുന്നതാണ്. ഇതിനുശേഷം മസ്താനി കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ അതിന്റെ തൊട്ടപ്പുറം ജയിലിൽ അവിടെ നിന്ന് ഒനീലും അക്ബറും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് അനുമോള് വീട്ടുകാരുടെ നമ്പറാണ് എഴുതി കൊടുത്തതെന്നാണ് അവള് പറയുന്നത്. അപ്പം അക്ബർ പറയുന്നുണ്ട് അത് ആദ്യം എന്നോട് പോകുന്നതിന് മുമ്പ് വീട്ടുകാരുടെ അക്ബറാണ്, എനിക്ക് തെറ്റിപ്പോയതാണ്, പ്രിയ അറിഞ്ഞില്ല, വീട്ടുകാരുടെ നമ്പറാണ്. പക്ഷെ ഇങ്ങനെ അക്ബറിനെ ഡോമിനേറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തോ ചെയ്യുന്നുണ്ട്, അക്ബർ അവനും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് PR നമ്പർ വിഷയം അവിടെ കത്തുന്നുണ്ട്. ഈ സമയത്ത് കത്തി തുടങ്ങി. കത്തിക്കുന്ന വേറെ ആരുമല്ല, അനുമോള് തന്നെയാണ്. അത് വേറെ കാര്യം. വേറെ ആരുമല്ല, അനുമോള് തന്നെയാണ്.
അനുമോൾക്ക് അവിടെ ഒരു ക്ലാരിറ്റി വരുത്തണം. അതാണ് അനുമോള് തന്നെയാണ് ഈ ഒരു PR വിഷയം എടുത്ത് ഇടുന്നത് തന്നെ അനുമോള് തന്നെയാണ്. ആൻഡ് ഇതിനുശേഷം അനുമോളും ജിഷിനും കൂടെ സംസാരിക്കുന്നുണ്ട്. ജിഷിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ചേട്ടാ ഇങ്ങനെയാണ് കാര്യം, ഞാൻ ആദിലയോട് എൻ്റെ നമ്പറാണ് എഴുതി കൊടുത്തത്, എൻ്റെ നമ്പർ ഇരിക്കുന്ന ചേച്ചിയുടെ കയ്യിലാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ അല്ലാതെ വേറെ ആരുടെയും നമ്പർ എനിക്ക് അറിയില്ല, ചേട്ടൻ എന്നെ 7-10 കൊല്ലമായിട്ട് അറിയാവുന്നതല്ല, ചേട്ടൻ ഇങ്ങനെ ഞാൻ ചെയ്യുമോ, ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ എന്തെങ്കിലും അവരോട് സംസാരിക്കണം, സുഖമാണോ എന്ന് ചോദിക്കണം, ഇന്നതാണ് എനിക്ക് സുഖമാണ്, അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആദിലയോട് പറഞ്ഞു എന്നാണ് അനുമോള് പറയുന്നത്. ആൻഡ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അവ ആണായിട്ട് പറയുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ എന്നെയാണ് സത്യം, ഇല്ലെങ്കിൽ ഞാൻ തോറ്റുപോയ, ഞാൻ എന്നെ ഇവിടുന്ന് എവിറ്റാക്കി വിടട്ടെ, ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള എന്നെ എവിക്റ്റായിട്ട് വിടട്ടെ, ഞാൻ എൻ്റെ അച്ഛനാണ് അമ്മയാണ് ദൈവത്തിനാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട്. ആദിലേനെ മുട്ടം പ്രാവുന്നുണ്ട്. അതാരായാലും പ്രാവിപ്പോവും, ഞാനായാലും പ്രാവിപ്പോവും. കാരണം ഇങ്ങനത്തെ ഒരു ദിലേമ സിറ്റുവേഷനിൽ ഇടുമ്പം ആർക്കായാലും ഒരു ട്രോമ ഉണ്ടാവും. അപ്പം ന്യായീകരിക്കുന്നില്ല, പ്രാക്കിനെ ന്യായീകരിക്കുന്നില്ല, സിറ്റുവേഷൻ പറഞ്ഞതാ. അപ്പം ആദിലയോട് പോയി പറയുന്നുണ്ട്, ആദിലയോട് പോയി പറയുന്നത് ജിഷിനോട് പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ അവൾ അതിനെ അനുഭവിക്കും എന്നൊക്കെ ജിഷ് പറയുന്നുണ്ട്. അപ്പാനി കൂടുന്നുണ്ട്, അപ്പാനിയോട് നെവിനോട്. അപ്പൊ എനിക്ക് നെവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നെവിൻ അവിടെ കിടന്ന് തുള്ളിച്ചാടിയല്ല, നെവിൻ അവിടെ കാമൻ ക്വയറ്റായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു. എല്ലാവരും എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാമൻ ക്വയറ്റായിട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആൻഡ് അതവിടെ കത്തുന്നു. അപ്പൊ അക്ബറിനെ വിളിക്കുന്നു. അക്ബറിന്റെ സംസാരിക്കാൻ താല്പര്യം, ഇത് വിട്ടേക്ക്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അക്ബർ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, അക്ബർ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നൂറയ്ക്ക് അറിയാൻ, നൂറയ്ക്ക് എല്ലാ കാര്യം അതിന്റെ കബോർഡ്, ആ ടിഷ്യൂ ഇപ്പോഴും നൂറയുടെ കബോർഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നൂറയോട് സംസാരിക്കാൻ പോകുമ്പോൾ നൂറ കൈമലർത്തി കാണിക്കുകയാണ്. അള്ളാണ് സത്യം, എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് കൈമലർത്തി കാണിക്കുകയാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിന്റെ പേരെന്തായിരുന്നു? പട്ടാ ഗേൾസ്. നല്ല ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കേട്ടോ. സത്യം പറഞ്ഞ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ റിയാലിറ്റി ആയിട്ട് നമുക്കൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരാരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, അക്ബറിന്റെ അപ്പാനിയുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കൈയടിക്കണം. റിയൽ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്, റിയൽ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണത്. അക്ബർ അപ്പാനെയും കുത്തിയിട്ടില്ല, അപ്പാനെ അക്ബറിനെയും കുത്തിയിട്ടില്ല, ഇല്ല. ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനു അങ്ങോട്ട് ആരെയും കുത്തിയിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് എഴുതി ഞാൻ പറയാം. അനു ആരെ അങ്ങോട്ട് കുത്തിയിട്ടില്ല, ഉറപ്പാണത്, 100% ഉറപ്പാണ്. അനു ആരെ അങ്ങോട്ട് കുത്താനോ ഒന്നിനും പോയിട്ടില്ല. അതിന്റെ വീഡിയോ സകല തെളിവുകളും ഉണ്ടല്ലോ, നമുക്ക് വീഡിയോയിൽ ഒരുപാട് ഇതിൽ വരുന്നുണ്ടല്ലോ. ആദിലയും നൂറെ ഷൈത്തയും ഇവരൊക്കെ എങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കരുത് എന്നതിന് ഉത്തമ ഉദാഹരണം. ഞാൻ ഇത് റീൽസ് കണ്ടിട്ടാണ് പറയണ്ട, സത്യമാണ് പറയുന്നത്. ഉത്തമ ഉദാഹരണമാണ് ഇവരെന്ന് പറയുന്നത്. പട്ടാ ഗേൾസ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ്, ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ്. ഇത് ഞാൻ പറയാം, ഇത് എന്താണെന്ന് വെച്ചാൽ അനുമോളെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിം ഇറക്കുമ്പോൾ, അതൊക്കെ അനുമോളുടെ ഗെയിം തന്നെയായിരുന്നു, ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിം ഇറക്കുമ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ആദില കളിച്ച ഗെയിമാണിത്. ആദില ഇവിടെ കളിച്ച ഗെയിമാണത്, മനസ്സിലായോ? ആദില ഇവിടെ കളിച്ച ഗെയിമാണ് ഇത്. തുടക്കം കുറിച്ച ശൈത്യ കൂടെ നിന്നിരുന്നെങ്കിൽ അനുമോൾ ഒരിക്കലും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിം കളിക്കില്ലെന്ന. ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അനുമോൾ ഗെയിം കളിക്കാൻ തുടങ്ങിയത്, ആദിലെ കൂടെ നിൽക്കാൻ തുടങ്ങി, ആദിലെയും നൂറേയും കൂടെ അനുമോളുടെ കൂടെ അങ്ങ് നിൽക്കാൻ തുടങ്ങിയത്. ഇത്രയും നാളെ എന്ത് രസമായിരുന്നു ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്, പട്ടാ ഗേൾസിന്റെ ടോക്കും കാര്യങ്ങളൊക്കെ എന്ത് രസമായിരുന്നു. അത് ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ ആക്കി. ഇത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, മനസ്സിലാക്കിയില്ലേ? അപ്പം ഇത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആയിരുന്നു. പക്ഷെ അപ്പാനിന്റെ അക്ബറിന്റെയും ബുള്ളി ഗ്യാങ് എന്നാണ് പേര്. ബുള്ളി ഗ്യാങ് തന്നെയാണ് ഇവർ നമ്മൾ പേരിട്ടിരിക്കുന്നത്. പക്ഷെ ബുള്ളി ഗ്യാങ് ആണെങ്കിലും അവര് സ്ട്രോങ് ആയിരുന്നു, സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ, സത്യമായിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇതിനെ പറ്റിയിട്ട് അവരുടെ ടോക്ക്, അക്ബർ ഇമോഷണൽ ആവുന്നു, അനുമോൾ ഇമോഷണൽ ആവുന്നു. അനുമോൾ അക്ബറിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇതിനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനുമോളെ അടുപ്പിക്കുന്നില്ല അക്ബർ. നൂറ കൈയൊഴിഞ്ഞു. അപ്പൊ നൂറ പിന്നീട് അവിടെ കരയുന്നുണ്ട്. സത്യം പറയാലോ, നൂറയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അത് എവിക്റ്റായി പോവോ, കപ്പ് കിട്ടാതിരിക്കുക, അല്ലെ കപ്പ് വന്നാലും അവർക്ക് കിട്ടുമെന്ന് അവർക്ക് ഏതെല്ലാം ഉറപ്പായി.
അതല്ല, ഇത് പ്രശ്നമായി എന്ന് നൂറയ്ക്ക് ഉറപ്പായി. കാരണം ഇതൊരു തീക്കളിയാണ് ആദില കളിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് പറയാതിരിക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത് പറഞ്ഞു? എനിക്കിവിടെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇത് ആദില കളിച്ച തീക്കളിയാണ്. അതിലിപ്പോ വെന്ത് പോകുന്നത് നൂറയാണ്. മനസ്സിലായോ? നൂറയ്ക്ക് അവിടെ നല്ല ടെൻഷനുണ്ട്. നൂറ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നൂറ നല്ല ടെൻഷൻ അടിച്ച് ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ്. സീരിയസ്ലി നല്ല ടെൻഷൻ അടിച്ച് ഇമോഷണൽ ആയിരിക്കും. നിങ്ങളോട് ആരും ഇത് പറയാൻ പോയത്? ഇത് പറയണ്ട, സംസാരിക്കണം എന്ന് ആദ്യം എന്നോട് പറഞ്ഞതാണ്. പക്ഷെ ഇത് അനുമോളാണ് എടുത്തിട്ടത്. അനുമോളുടെ നേരെ വന്ന അലിഗേഷൻ ആണ്. അനുമോൾക്ക് ക്ലാരിറ്റി വരുത്തണം. ആൻഡ് വേണമെങ്കിൽ അനുമോൾക്ക് ഇത് ഗെയിമായിട്ട് യൂസ് ചെയ്യാലോ. എങ്ങനെയുണ്ട്? അപ്പൊ ആ സിമ്പതി പിടിച്ച് വോട്ട് കിട്ടാൻ അങ്ങനെയും അനുമോക്ക് ചിന്തിക്കാലോ. ഞാനൊരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. അനുമോക്ക് ക്ലാരിറ്റി വരുത്തണം എന്ന് പറഞ്ഞു. അതായത് ഈ ഗെയിമിന്റെ കാര്യം ഞാൻ ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. അനുമോക്ക് ക്ലാരിറ്റി വരുത്തണമായിരുന്നു. അനുമോൾ അങ്ങനെ ക്ലാരിറ്റി വരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതാണ് അനുമോൾ അവിടെ ചെയ്തത്. അപ്പം നൂറയും കൈയൊഴിഞ്ഞും. അത് ഞാൻ എത്ര പ്രാവശ്യം പറയണം. അപ്പൊ ഇതെല്ലാവരും അറിഞ്ഞു, ഏകദേശം ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. ആൻഡ് ഇതിനു ശേഷം ഡോർ തുറക്കാണ്ട് ശിവാംഗി അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ബിന്നി, പേര് ഞാൻ പറഞ്ഞു, സിംഗറായിട്ടുള്ള ബിന്നിയുടെ ഒരു മകളാണ് ശിവാംഗി. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആണെന്ന്. കാരണം ശിവാംഗിയുടെ പേരൊക്കെ ഒരു എന്തോന്നാ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരെ ഈ സീസണിൽ വന്ന ഒരു ആളാണ് ശിവാംഗിയുടെ പേരൊക്കെ. അപ്പം അനുമോള് ഓടി ബെഡിലേക്ക് പോകുന്നുണ്ട്. ബെഡിലേക്ക് പോയിട്ട് എല്ലാം അരിച്ചു പറക്കുന്നുണ്ട്. അനുമോക്ക് ആ ടിഷ്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ നേരത്തെ ഇപ്പൊ കുറച്ചു നേരം മുമ്പൊക്കെ വയലിൽ ആ ടിഷ്യൂ എടുത്ത് നൂറ കളയുന്നതാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതൊരു ഫേക്ക് ആയിട്ട് ഫീൽ, അത് നൂറ വേറൊരു ടിഷ്യൂ ആണ് കളഞ്ഞെന്ന് തോന്നുന്നു. ആ ടിഷ്യൂ അനുമോക്ക് കിട്ടുന്നുണ്ട്. ആ ടിഷ്യൂ കിട്ടിയിട്ട് നെവിനെ കാണിക്കുന്നു. നെവിൻ കൺവിൻസ്ഡ് ആവുന്നില്ല, ഹാഫ് കൺവിൻസ്ഡ്. നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കരയാതെ സംസാരിക്കാം. നെവിൻ അവിടെ അനുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അക്ബറിനെ കാണിക്കുന്നു. എടാ ഇത് അവള് പറഞ്ഞു, ആദില പറഞ്ഞു അവളെ ചേച്ചിയുടെ നമ്പർ. ഞാൻ ചേച്ചിയുടെ നമ്പർ അല്ല, എന്റെ നമ്പറാണ് എന്താ പറഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനെ വൈറ്റ് ഭാഷ എന്നെ ഡൊമൈൻ ചെയ്യണം എന്ന് അവള് പറഞ്ഞു ഉറപ്പിച്ച് പറയുന്നു. നൂറ അത് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? നൂറ അത് സമ്മതിച്ചു. നൂറ അതിനെ ഹെൽപ്പ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അക്ബറിനെ അങ്ങനെ ചിന്തിച്ചൂടെ? എനിവേ, അങ്ങനെ ഇതിനെ പറ്റി പിന്നെ സംസാരിക്കാം. എന്നതിന് ശേഷം നമ്മുടെ ശിവാംഗിയുടെ മ്യൂസിക് പരിപാടി തുടങ്ങുകയാണ്. മ്യൂസിക് പരിപാടി തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം? അപ്പൊ എല്ലാവരും പാടുന്നുണ്ട്. എനിക്ക് രേണു ഒക്കെ നന്നായിട്ട് പാടുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. രേണു നന്നായിട്ട് പാടി, സരിക നന്നായിട്ട് പാടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അക്ബർ പാടി, നെവിൻ ഇവരൊക്കെ നന്നായിട്ട് പാടി. ഇതിനുശേഷം എല്ലാവരും ഡാൻസ് കളിച്ചു. അതിനുശേഷം ബിഗ് ബോസ് വിളിച്ച് പറയാണ്, നിങ്ങൾ എന്നേക്കുമായി ഈ വീടിനോട് വിട പറയുകയാണ്. വീടൊരു ഓർമ്മയായി മാറുകയാണ്. ഞങ്ങളൊരു ഒരുക്കിയിട്ടുണ്ട്. ആ വിരുന്ന് കഴിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അതിനുശേഷം ഇവര് കഴിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നൂറ പോയിട്ട് അക്ബറിനോട് നിങ്ങൾ എന്തിനാ ഇപ്പൊ എടുത്ത് പറയാൻ പോയാൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടണമെന്ന് അക്ബർ അവിടെ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. അതിനുശേഷം അനുമോള് ലക്ഷ്മി പോയിട്ട് അനുമോളെ നല്ലപോലെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എല്ലാവർക്കും ലൈഫുണ്ട്. ആ ലൈഫ് അവര് സ്ട്രഗിൾ ചെയ്ത് അവര് പിടിച്ചില്ലെങ്കിൽ അത് അവരുടെ കഴിവേടാണ്. നീ അതോർത്ത് അത് നിനക്കായാലും ശരി, അത് നിങ്ങളുടെ കഴിവേടാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. നീ വയറ് നിറച്ച് വന്ന് ഭക്ഷണം കഴിക്കുന്ന പറയുന്നത്. അപ്പൊ അനുമോളും ലക്ഷ്മി കൂടെ പുറത്തു പോയിട്ട് കഴിക്കുമ്പോൾ അനുമോൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ടെൻഷനും ഈ കരച്ചിലും ആവുമ്പോൾ ആർക്കും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അനുമോൾ എന്ത് ചെയ്തു? അത് മാനസികാവസ്ഥയാണ്. അപ്പൊ അനുമോൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മിക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം അനീഷിനോട് ജിസൈൽ പറയുന്നത്, എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അനീഷ എന്നെ കണ്ട് കെട്ടിച്ചേനെ. ജിസൈലിനെ കുറച്ച് ആക്റ്റീവായിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. സത്യം, ജിസൈൽ ഇതിന്റെ ഇടയ്ക്കൊന്നും കയറി വന്നിട്ടില്ല, പറയാലോ. ആൻഡ് ഇതിനുശേഷം എന്താണ് അനുമോള് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. അനുമോളോട് ലക്ഷ്മി യാത്ര പറയുന്നുണ്ട്. എല്ലാവരും യാത്ര പറയുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. അബി പോയിട്ട് യാത്ര പറയുന്നുണ്ട്. എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം ലൈറ്റ്സ് ഒക്കെ ഓഫ് ആവുകയാണ്. അപ്പൊ നെവിനാണെങ്കിൽ, അനീഷേട്ടാ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഇതോ അപ്പുറത്തേക്ക് തമിഴ് ബിഗ് ബോസ് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് തമിഴ് അറിയാമെങ്കിൽ നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വല്ല അങ്ങോട്ട് പോകുന്നത് നെവിൻ പറയുന്നുണ്ട്. അപ്പൊ അക്ബറും നെവിനും ആ ഒരു ടോക്കാണ്. ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇനി പ്ലസിന് എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. കാരണം പ്ലസ് ഒന്ന് കാണാൻ തോന്നുന്നില്ല. ഞാൻ പ്രമോ ഉണ്ടെങ്കിൽ അത് നോക്കാന്ന് പറഞ്ഞാൽ പ്ലസ് കാണുന്നുണ്ട്. പക്ഷെ എൻഡിങ്ങിൽ പ്ലസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം
ഇവരെല്ലാരും എന്നേക്കുമായി എവിക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും എന്നേക്കുമായി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇവിടെ ഇത് പറഞ്ഞ് ചിലർക്കൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ ജീവിതം നോക്കി പോവുക, അത്രേ പറയാനുള്ളൂ. ബിഗ് ബോസ് കഴിഞ്ഞു. അതായത് എവിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ഇനി നാളെ ഫിനാലയിലേക്ക് പോയി കയറുന്ന ആൾക്കാരായാലും ബിഗ് ബോസ് കഴിഞ്ഞു. ഇനി അത് റിയാലിറ്റി ഷോ ആയിരുന്നു, ഒരു റിയാലിറ്റി ലൈഫിലെ ഒരു 100 ദിവസമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ റിയൽ ലൈഫിലേക്ക് പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി നിങ്ങൾ പോവുക. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവുക. ഈ ബിഗ് ബോസ് ഇന്ന കാര്യം അവര് കാര്യം ഇങ്ങനെ പറഞ്ഞു. ഈ ഇപ്പൊ ചിലര് സോഷ്യൽ മീഡിയ കിടന്ന് അടികൂടുന്നില്ലേ, അന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് കണക്ക് തമ്മി തല്ലാതിരിക്കുക, സോഷ്യൽ മീഡിയയിൽ കിടന്ന് തമ്മി തല്ലാതിരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമായിട്ട് കുറെ മഞ്ഞ ഓൺലൈൻ വീഡിയോസ് വരുന്നുണ്ട്. ബി വെയർ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് ബിന്നി ഈ 16 ലക്ഷത്തിന്റെ കണക്ക് പറയാൻ തുടങ്ങിയപ്പോ തന്നെ സിനിമാ താരങ്ങളുടെ ബിഗ് ബോസ് കാണാത്ത ഒരാൾക്കാരുടെ വരെ അനിമോളിലെ 16 ലക്ഷം PR, അനിമോളിലെ 16 ലക്ഷം PR ഇതും പറഞ്ഞുകൊണ്ട് മയക്കും പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഇനി അത് നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിക്കുക. ബിഗ് ബോസ് കഴിയുന്നതോടുകൂടി എല്ലാ സൈബർ അറ്റാക്കും നിൽക്കും, സൈബർ ബുള്ളിങ് എല്ലാം നിൽക്കും. ഐ എം ഡാം ഷുവർ. കാരണം അങ്ങനെ നിന്നിട്ട് ഇപ്പൊ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിലൊന്നും ഇടപെടാതെ. പക്ഷെ ഇടപെട്ടിച്ച് ബുള്ളിങ് കളിയാക്കൽ വാങ്ങുന്നവരും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിക്കുകയാണ്. ഇനി നാളെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. നാളെ ഒരു എവിക്ഷൻ കാണുമെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്, ഉറപ്പില്ല, നമുക്ക് നോക്കാം. ഒരാളെ എവിക്റ്റഡ് ആയെന്നും ടോപ്പ് 5 ആയെന്നും പറയുന്നുണ്ട്. അങ്ങനെ പരക്കുന്നുണ്ട്. മാത്രമല്ല വോട്ടിംഗ് ലൈൻസിന്റെ കാര്യം അറിയില്ല, നാളെയും ഓപ്പൺ ആണോ മറ്റന്നാളും ഓപ്പൺ ആണോ എന്ന് അറിയില്ല. ഫിനാലയുടെ ഷൂട്ടിംഗ് ഒക്കെ നാളെ നടക്കും എന്നൊക്കെ ഇത് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ഇന്ന് തമിഴിന്റെ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടായിരുന്നു. അപ്പം ഇന്ന് ആരാണ് എവിക്റ്റ് ആയെന്ന് അറിയില്ല. തമിഴിന്റെ റിവ്യൂ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, ലേറ്റ് ആയിപ്പോയി. അപ്പം ഞാൻ നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തമിഴിന്റെ റിവ്യൂ നിങ്ങൾ കാണുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ആൻഡ് താങ്ക് യു.